രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ച ആവേശത്തിന്റെ അലയൊലികളുമായി തലസ്ഥാന നഗരിയിൽ പെൺകരുത്തുണർന്നു. പൊതുയിടങ്ങൾ രാത്രികാലങ്ങളിൽ സ്ത്രീകൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സ്വാതന്ത്ര്യദിന തലേന്ന് സംഘടിപ്പിച്ച രാത്രികാല നടത്തം ആവേശഭരിതമായിരുന്നു. പതിവ് നിശബ്ദതയ്ക്ക് പകരം പാട്ടുപാടിയും നൃത്തം വെച്ചും അവർ തലസ്ഥാന നഗരിയെ ഉണർത്തി. രാത്രികാലങ്ങളിൽ ഭയരഹിതമായി സഞ്ചരിക്കാനും ഒത്തുചേരാനുമുള്ള അവകാശം തങ്ങൾക്കും കൂടിയുള്ളതാണെന്ന വിളംബരവുമായി പാളയം കണ്ണിമോറ മാർക്കറ്റിൽ നിന്നും ആയുർവേദ കോളേജിലേക്ക് ഒഴുകിയെത്തിയത് 3000-ഓളം സ്ത്രീകളും പെൺകുട്ടികളുമായിരുന്നു. ഈ ആവേശത്തിനൊപ്പം പങ്കുചേരാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും മുഖ്യമന്ത്രി വി.ഡി. സതീശനുമെത്തി. ഇതൊരു വലിയ സന്ദേശമാണ് നമുക്ക് സമൂഹത്തിന് നൽകാനുള്ളത്. സ്ത്രീകൾക്ക് നിർഭയമായി ഏത് സമയത്തും നടക്കുവാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി അത് രാജ്യത്തിൻ്റെ മോഡലാക്കി മാറ്റണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സ്ത്രീകളുടെ ഒത്തുചേരൽ അത് മറ്റൊരു സന്ദേശം കൂടി നൽകും. ഈ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി, സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി ഞങ്ങൾക്കും കൃത്യമായ പങ്കുവഹിക്കാനുണ്ട് എന്ന സന്ദേശം കൂടി നൽകണം. ഉദ്ഘാടനത്തിന് ശേഷം മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, കെ എ തുളസി, തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പി കെ ആശാനാഥ്, പോലീസ് ഐജിമാരായ അജിത ബീഗം, ആർ നിശാന്തിനി, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വനിതാ കൗൺസിലർമാർ എന്നിവർക്കും നൂറുകണക്കിന് വനിതകൾക്കുമൊപ്പം മുഖ്യമന്ത്രിയും സെക്രട്ടേറിയറ്റ് വരെ രാത്രികാല നടത്തത്തിൽ പങ്കുചേർന്നു. വഴിയോരങ്ങളിൽ വനിതകൾ ഒരുക്കിയ കലാപരിപാടികൾ മുഖ്യമന്ത്രി ആസ്വദിച്ചു. ഇതിനിടെ ഏവരുടെയും കണ്ണുകളുടക്കിയത് കൂട്ടായ്മയുടെ സംഘാടക കൂടിയായ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ സാരിയിലായിരുന്നു. നമ്മുടെ സ്വന്തം ശോഭ വിശ്വനാഥിന്റെ ഡിസൈനാണ്. ഫോർ ദി പീപ്പിൾ, ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ എന്ന് പറയുന്നത് പോലെ അവൾക്കൊപ്പം അവൾക്ക് വേണ്ടി അവൾ. ഇതിപ്പോ ഞാൻ എടുത്തിരിക്കുന്നുണ്ടല്ലേ, ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് നാളത്തേക്ക് വേണ്ടിയിട്ട്. തുളസി മാമിന് സാരി കൊടുക്കാത്തത് ഞാനത് പറയാൻ വന്നതാ. തുളസി മാമിന് എന്താ കൊടുക്കുന്നത്? ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചതിച്ചതാണെന്ന്. അല്ലല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണം നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകതയാണ്. എന്തായിരുന്നാലും ഇത് മുന്നോട്ട് വെക്കുന്ന ആശയമാണ് പ്രധാനം, നമ്മുടെ വസ്ത്രമല്ല. ആഘോഷങ്ങൾക്കിടയിലും വനിതകളുടെ ഈ ഒത്തുചേരലിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വട്ടിയൂർക്കാവ് എസ് കുമാറിനെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനും മന്ത്രി ബിന്ദു കൃഷ്ണ മറന്നില്ല. ഇങ്ങനെ ഈ സംസ്കാരം ഇല്ലാത്തവരാണോ ഈ മെൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളായിരിക്കുന്നത്? ഏതെങ്കിലും ഒരു സംഘടനയുടെ ഭാരവാഹികളൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു സംസ്കാരമൊക്കെ വേണ്ടേ? എന്തായാലും അത് അങ്ങേയറ്റം തെറ്റാണ്. സ്ത്രീകളെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആളുകൾ ആ സ്ഥാനത്തിരുത്തണോ എന്ന് ആ സംഘടനയിലുള്ള ആത്മാഭിമാനമുള്ള പുരുഷന്മാർ ആലോചിക്കണം. ഓഗസ്റ്റ് 15 പുലർച്ചെ 1 മണിവരെ നീണ്ടുനിന്ന ഈ മഹാവനിതാ കൂട്ടായ്മയിൽ പൊതുനിരത്തിൽ നൃത്തം വെച്ചും സെൽഫി എടുത്തും നാടകം അവതരിപ്പിച്ചും ബാഡ്മിന്റൺ കളിച്ചുമാണ് സ്ത്രീകളും പെൺകുട്ടികളും സ്വാതന്ത്ര്യം ആഘോഷമാക്കിയത്. ഞാൻ രാത്രി സഞ്ചരിക്കുന്ന ഒരാളാണ്, പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതൊരു എക്സ്പീരിയൻസ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്ന് പി ഊതുക, ഇതടിക്കുക, ഇതൊക്കെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം ഇവിടേക്ക് ഈ രാത്രി നിൽക്കാൻ പറ്റില്ല. ഈ ഒരു പരിപാടി ഇവിടെ നിർത്തുക എന്നുള്ളതല്ല, ഗ്രാമങ്ങളിലെ സ്ത്രീകൾ കൂടി രാത്രിയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് ഇടയാക്കുന്ന രീതിയിലേക്ക് ഇത് വളർന്നാൽ മാത്രമേ സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പൂർത്തീകരണം വരുള്ളൂ. ഒരുപാട് സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. മോസ്റ്റ് പ്രൗഡ്ലി ഡിഫറെൻ്റ്ലി ഏബിൾ പേഴ്സൺ ഹിയർ. ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി കുറേ ഇയേഴ്സ് കൊണ്ട് നോക്കണം എന്ന് വിചാരിച്ചാണ് ഇന്ന് നട റോഡിൽ ഷട്ടിൽ വെച്ച് കളിക്കുന്നത് പറയുമ്പം ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ വർഷവും ഇതുപോലെ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. വെറുമൊരു രാത്രി നടത്തം എന്നതിലുപരി അടുക്കളത്തളങ്ങളിൽ നിന്ന് പൊതുയിടങ്ങളിലേക്കും ഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുമുള്ള പെൺകരുത്തിന്റെ അധികാര പ്രഖ്യാപനം കൂടിയായി മാറി തലസ്ഥാനത്തെ ഈ രാത്രി നടത്തം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.